വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം തുടരുന്നു. പറവൂർ കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ കുർബാന അർപ്പിക്കാനെത്തിയ വികാരിയെയാണ് വിമത വിഭാഗം തടഞ്ഞത്. തുടർച്ചയായ 8ാം ഞായറാഴ്ചയാണ് കുർബാന മുടങ്ങുന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ ഈ വിശ്വാസികളോട് എന്താണ് ഇന്നലെ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഉരുത്തിരിഞ്ഞത്? എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്? എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്? അത് വളരെ സുവ്യക്തമായിട്ട് ഈ ഇടവചനത്തിന്റെ മുൻപിൽ വന്ന് പറയണമെന്ന് ഞാൻ ഇതുമൂലം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, തുടർച്ചയായ 8ാം ഞായറാഴ്ചയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന്റെ പേരിൽ കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ കുർബാന അർപ്പിക്കാനെത്തിയ വികാരിയെ തടഞ്ഞിരിക്കുകയാണ്. വിമത വിഭാഗത്തിന്റെ നീക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തുടർച്ചയായ 8ാം ദിവസമാണ് ഇന്ന് കുർബാന തടസ്സപ്പെട്ടിരിക്കുന്നത്. രാവിലെ 5 മണി മുതൽ തുടങ്ങിയ ഉപരോധമാണ് ഇപ്പോഴും തുടരുന്നത്. ഇത് ഒരു സ്ഥിരം പരിപാടി ആയി മാറിയിരിക്കുകയാണ്. അതായത് സിനഡ് കുർബാന അർപ്പിക്കാൻ തീരെ സമ്മതിക്കില്ല എന്നാണ് സിനഡ് കുർബാനയെ എതിർക്കുന്ന വിഭാഗം പറഞ്ഞു വെക്കുന്നത്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കുർബാന പ്രശ്നം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണം കൂടിയാണ് കൊച്ചാലിൽ നടക്കുന്നത്. ഇത്രയും ദിവസം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടത് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടത്തിയ പ്രതിഷേധങ്ങളാണെങ്കിൽ ഇപ്പോൾ മറ്റു പള്ളികളിലേക്കും ഈ പ്രതിഷേധം അതിശക്തമായി വ്യാപിക്കുകയാണ്. നേരത്തെ തന്നെ അൽമയ മുന്നേറ്റ സമിതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രസ്താവനകളൊന്നും തന്നെ പള്ളികളിൽ സെന്റ് മേരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികളിൽ വായിക്കില്ല, ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ അവർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ നടക്കുന്നത്. സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സൈമൺ പള്ളുപ്പേട്ടയെ വിശ്വാസികൾ ഇന്നും തടഞ്ഞിരിക്കുകയാണ്. ഇത് തുടർച്ചയായ 8ാമത്തെ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി അരങ്ങേറുന്നത്. നേരത്തെയും ഈ പോലീസ് ഒക്കെ തന്നെ ഇതിൽ ഇടപെട്ടിരുന്നു. പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിലും പോലീസ് നേരത്തെ ആദ്യ ദിവസം പോലീസ് എത്തിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ പോലീസും ഇടപെട്ടിരുന്നു. വൈദികന് പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകാനായിട്ട് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുകയാണ്. എല്ലാ ദിവസവും ഇപ്പോൾ കൊച്ചാൽ പള്ളിയുടെ മുറ്റത്ത് സിനഡ് കുർബാനയെ എതിർക്കുന്ന വിഭാഗം അവിടെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതേ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അൽമയ മുന്നേറ്റം വ്യക്തമാക്കുന്നത്. ഈ വിഷയം ഇനിയും കൂടുതൽ രൂക്ഷമാകാനുള്ള സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അത് തന്നെ തുടരും. സെന്റ് മേരീസ് ബസിലിക്കയിലും കഴിഞ്ഞ ദിവസം അൽമയ മുന്നേറ്റത്തിന്റെ പ്രതിഷേധങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. പുറത്തു നിന്നുകൊണ്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് അവിടെ നടന്നത്. എന്തായാലും ഈ മാസം, അതുപോലെ തന്നെ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മാസങ്ങളാണ്. അതായത് സിനഡ് കൂടിയെങ്കിലും സിനഡ് കൃത്യമായ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സിനഡിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എതിർ വിഭാഗം, അതായത് സിനഡ് കുർബാനയെ എതിർക്കുന്ന, ഏകീകൃത കുർബാനയെ എതിർക്കുന്ന വിഭാഗം അവരുടെ പ്രതിഷേധം അതിശക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയും അതുപോലെ തന്നെയായിരുന്നു. അതായത് വളരെ ജനപങ്കാളിത്തത്തോടുകൂടി ആയിരക്കണക്കിന് ആളുകൾ എത്തിയ ഒരു പരിപാടിയായിരുന്നു നടന്നിരുന്നത്. അതായത് ഒരു തരത്തിലും സിനഡ് കുർബാനയെ അംഗീകരിക്കില്ലെന്ന ഒരു നിലപാടാണ് അൽമയ മുന്നേറ്റ സമിതി എടുക്കുന്നത്. എന്നാൽ സിനഡ് കുർബാനയുമായും അതുപോലെ തന്നെ സിനഡിന്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ള വളരെ വ്യക്തമായ ഒരു നിലപാടാണ് സിനഡാനന്തര സർക്കുലറിൽ
സിനഡ് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇത് മറ്റു പള്ളികളിലേക്കും അതിശക്തമായി വ്യാപിക്കുന്നു എന്നതാണ് ഇപ്പോൾ കൊച്ചാൽ പള്ളിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെന്റ് മേരീസ് ബസിലിക്ക മാത്രമല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റ് പള്ളികളിലേക്കും ഒക്കെ തന്നെ ഈ വിഷയം അതിശക്തമായി ബാധിക്കുന്നു. പ്രതിഷേധങ്ങൾ അതിശക്തമാകുന്നു. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇത്. ഗീസ്, അശ്വതി, ഒപ്പം തന്നെ ഇതിപ്പോൾ 8ാമത്തെ ഞായറാഴ്ചയാണ് വികാരിയെ തടയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭ ഏത് തരത്തിലുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്? സഭ നൽകുന്ന വിശദീകരണം എന്താണ്? സഭ ഇപ്പോഴും ഈ വിഷയത്തിൽ മറ്റ് നടപടികളൊന്നും തന്നെ എടുത്തിട്ടില്ല. സിനഡാനന്തര സർക്കുലറിൽ, അതായത് കഴിഞ്ഞ ജനുവരിയിൽ കൂടിയ സിനഡിൽ വ്യക്തമായി തന്നെ അവർ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം ഇറക്കിയ സർക്കുലറിൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന പ്രതിഷേധ പരിപാടികളിൽ അൽമയ മുന്നേറ്റ സമിതിക്ക് എതിരായ ഒരു നിലപാടാണ് സിനഡ് സ്വീകരിച്ചത്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൊച്ചാൽ പള്ളിയിലെ പള്ളി വികാരിയായിട്ടുള്ള ഫാദർ സൈമൺ പള്ളുപേട്ട വീണ്ടും സിനഡ് കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ സിനഡ് അതിന്റെ ഭാഗത്ത് നിന്നും ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിനഡിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളും ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ കൊച്ചാൽ പള്ളിയിലാണെങ്കിൽ പോലും പള്ളി വികാരി ഫാദർ സൈമൺ പള്ളുപേട്ട അതിശക്തമായി തന്നെ എല്ലാ ദിവസവും സിനഡ് കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ എത്തുന്നു. എതിർ വിഭാഗം, വിമത വിഭാഗം അതിനെ തടയുന്നു. ഇതാണ് ഈ പള്ളിയിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനഡ് ഈ വിഷയത്തിൽ ഏകീകൃത കുർബാനയിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നാണ് സിനഡ് കൂടി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനഡാനന്തര പത്രക്കുറിപ്പിൽ, സർക്കുലറിൽ വളരെ വ്യക്തമായി ആ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന പ്രശ്നങ്ങളിലും വിമത വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പ്രസ്താവനകളാണ് സിനഡാനന്തര പത്രക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആന്റണി പൂതവേലിനെ അടക്കമുള്ള ആളുകളെ, അതുപോലെ മാർ ആൻഡ്രൂസ് താഴത്തിനെ ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് സിനഡാനന്തര സർക്കുലറിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്ര വിശദമായി സിനഡ് കൂടുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തതിന് ശേഷവും സിനഡ് കുർബാനയിൽ തന്നെ അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. പക്ഷെ ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതായത് ചർച്ചകളുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. അത് ഇരു വിഭാഗങ്ങളും അംഗീകരിച്ചതാണ്. അതായത് അൽമയ മുന്നേറ്റ സമിതിയും അതുപോലെ തന്നെ സിനഡിന്റെ ഭാഗത്തു നിന്നും ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അതുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത് ഇരു വിഭാഗങ്ങളും അംഗീകരിച്ച കാര്യമാണ്. അതിന് ഒരു വൈദിക സമിതിയെ കൂടി നേരത്തെ ഉണ്ടായിരുന്ന വൈദിക സമിതിയെ വിപുലീകരിച്ച് 8 അംഗ സമിതിയായിട്ട് മാറ്റിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചകളുമായി മുന്നോട്ട് പോകാമെന്ന് നേരത്തെ തന്നെ ഇരു വിഭാഗങ്ങളും അംഗീകരിക്കുകയും അത്തരത്തിലുള്ള തീരുമാനം എടുക്കുകയും ചെയ്തതാണ്. പക്ഷെ ചർച്ച പിന്നീട് ഉണ്ടായിട്ടില്ല. ഇതുവരെ ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഈ പ്രതിഷേധ പരിപാടികൾ മാത്രമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങൾ ഇപ്പോൾ കൊച്ചാൽ പള്ളിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടി ഇനിയും ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് അൽമയ മുന്നേറ്റവും പ്രതീക്ഷിക്കുന്നത്. ഗീസ്, അശ്വതി, ഒപ്പം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് വികാരിയുടെ പ്രതികരണം, ഈ കുർബാന അർപ്പിച്ചതിന് ശേഷമേ പള്ളിയിൽ നിന്ന് മടങ്ങുമോ എന്നാണോ? അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? സമാധാനപരമായി തന്നെയാണോ പ്രതിഷേധം നീങ്ങുന്നത്? ഇപ്പോൾ സമാധാനപരമായാണ് പ്രതിഷേധം നീങ്ങുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാവിലെ 5 മണിക്കാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ ഫാദർ സൈമൺ പള്ളുപേട്ടയെ പള്ളുപേട്ടയുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനെ നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് ഉള്ള അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഇനിയും കടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹം മടങ്ങുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ആണെങ്കിൽ പോലും സ്റ്റേഷനിൽ പോയി പരാതി
എഴുതി നൽകാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിലപാടുകളൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ സിനഡിനെ അംഗീകരിക്കുന്നവർ, സിനഡ് കുർബാനയെ അംഗീകരിക്കുന്നവരും ഇദ്ദേഹത്തിന് ഈ ഫാദർ സൈമൺ പള്ളുപ്പേട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു. അത് നേരത്തെ 4-ാം ദിവസം, ഈ പ്രതിഷേധത്തിന്റെ 4-ാം ദിവസം അവർ തന്നെ ഒരു ഫാദർ സൈമൺ പള്ളുപ്പേട്ടയെ തിരികെ പള്ളുപ്പേട്ടയ്ക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ ഒരു പ്രകടന പരിപാടികളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഇരു വിഭാഗവും ചേർന്ന് നടത്തുന്ന വലിയ പ്രതിഷേധ പരിപാടി ഇരു വിഭാഗവും അവരവരുടേതായ പ്രതിഷേധ പരിപാടികളൊക്കെ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വികാരിയെ തടഞ്ഞു വെച്ച വിഷയത്തിലൊക്കെ തന്നെ വിശ്വാസത്തിന്റെ പേരിൽ കേസ് കൊടുത്തതിന്റെ രാജിവെക്കാനുള്ള ആവശ്യങ്ങളൊക്കെ ഫാദർ സൈമൺ പള്ളുപ്പേട്ട രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ വിമത വിഭാഗം പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തിയിരുന്നു. സിനഡ് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് വിമത വിഭാഗം ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ ആവശ്യം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. 4-ാം ദിവസം അതിശക്തമായ ഒരു പ്രതിഷേധമായിരുന്നു കൊച്ചാൽ പള്ളിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം സമാധാനപരമായ പ്രതിഷേധങ്ങൾ മറ്റു ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം അതിശക്തമായി തുടരുന്നു. സിനഡ് കുർബാന വിഷയത്തിൽ വിമത വിഭാഗവും അതുപോലെ തന്നെ സിനഡിനെ അംഗീകരിക്കുന്ന വിഭാഗവും തമ്മിലുള്ള ഈ തർക്കം അത് രൂക്ഷമായി തന്നെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മറ്റ് പള്ളികളിലേക്ക് വ്യാപിക്കുന്നു. ചെറിയ ചെറിയ പള്ളികളിലും ഒക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. ബലമായി തന്നെ സിനഡ് കുർബാന അർപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനെ ബലമായി തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലാണ് മറ്റു പള്ളികളിലേക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റു പള്ളികളിലേക്കും പോകുന്നത്. ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. വീണ്ടും ഒരു ചർച്ചയ്ക്ക് വേണ്ടി വൈദിക സമിതി വിമത വിഭാഗത്തെ വിളിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. വ്യക്തമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വ്യാപിക്കുകയാണ്. സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്നും തർക്കം പറവൂർ കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. പള്ളിയിൽ കുർബാന അർപ്പിക്കുവാനെത്തിയ വികാരിയെ വിമത വിഭാഗം തടഞ്ഞു. തുടർച്ചയായ 8-ാമത്തെ ഞായറാഴ്ചയിലാണ് കുർബാന മുടങ്ങുന്നത്. അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.